ടൗൺഷിപ്പിന്റെ അല്ലേ? ആ വീട് വീടല്ലേ? ശരി. മുണ്ടക്കയിലുള്ള ദുരന്തബാധിതർക്കുള്ള വീട് നിർമ്മിച്ചു കൊടുക്കണം അല്ലേ? മുണ്ടക്കയിലെ ആ ദുരന്ത ബാധിതർക്ക് ഉള്ള വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. ഇത് എത്ര വീടുണ്ടാവും അറിയോ? അത്രയും 300 പറയുന്നത് അങ്ങനെ. ഹലോ, അവർക്കുള്ള വീടാണ് ഞാനൊന്ന് കാണിക്കുകയാണ്. എത്ര ബെഡ്റൂമുണ്ട്? എത്ര ബെഡ്റൂമുണ്ട്? ഇതൊരു ഹാള്, 2 ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. ഞാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിക്കുകയാണ്. ഇത് ദുരന്തബാധിതർക്കുള്ള വീടാണ്. ഇതൊരു ഇത് ടോയ്ലറ്റ് ഏതാ കിച്ചൺ? ഇതാണ് കിച്ചൺ. പിന്നെ ഇത് വർക്ക് ഏരിയയുടെ ഭാഗമാണ്. പിന്നെ കബോർഡുകളൊക്കെ, കബോർഡ് കുഴപ്പമില്ല കേട്ടോ. നല്ല നമ്മുടെ കുഴപ്പമില്ല. 2 ബെഡ്റൂമും പിന്നെ ബാത്റൂമല്ലേ. ഇതെന്ത് ഭാഗം? ഇതിനെന്താ പറയുക? ഒരു സൈഡ് അല്ലേ? വർക്ക് സ്ലൈഡിങ് എന്ന് വർക്ക് ചെയ്ത് ജനലിൻ്റെ സ്ലൈഡിങ് ഗ്ലാസ്സാണ്. എന്താ ഇങ്ങനെ അടക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടയ്ക്കുക. ഒരാളുകൾ ആണ് എൻ്റെ വർക്കുകളൊക്കെ എടുത്തിരിക്കുന്നത്. ഒരാളുകളാണ് എൻ്റെ വർക്കുകളൊക്കെ എടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഇത് കാണേണ്ട വളരെ അത്യാവശ്യമാണ്. ഞാനിവിടം വരെ വന്നിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ.
അവർക്കൊക്കെ വീട് എന്തായെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നേരിട്ട് കാണിച്ചു തരികയാണ്. മൊത്തം 450 വീടോ മറ്റുണ്ട്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർന്ന വീടുകളുണ്ട്, തീരാത്ത വീട്. ആ കാണുന്നൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാറുണ്ട്. ഉണ്ടോ? എത്ര വീടാണ്? 450 വീടാണ്. ഊരാളെങ്കിലാണ് അതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത്. ഹലോ മൈ ഫ്രണ്ട്സ്, തക്കാപ്പറമ്പിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു എന്നും വെറൈറ്റി തന്നെ. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചൂരൽമല അവിടെ പ്രളയം ഉണ്ടായില്ലേ, അവർക്ക് ആ വീട് വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. വീടുകളൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം.